മണ്ണിടിഞ്ഞപ്പോൾ നിമിഷനേരം കൊണ്ടാണ് കള്ളാടി സ്വദേശി അഷ്റഫിന്റെ വീട്ടിലേക്ക് മണ്ണും ചളിയും ഒഴുകിയെത്തിയത്. അഷ്റഫും ഭാര്യയും ഇളയ മകളും ഉംറ കർമ്മം നിർവഹിക്കാൻ മക്കയിലേക്ക് പോയിരുന്നു. എന്നാൽ അഷ്റഫിന്റെ മൂത്ത മകൾ ഹർഷിതയും ഭർത്താവ് സഹദും അവരുടെ ഇളയ മകളും മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടാകുമ്പോൾ മീനാക്ഷി പാലത്തിന് തൊട്ടടുത്തുള്ള വീട്ടിലുണ്ടായിരുന്നു. ദുരന്തത്തിന് നേർസാക്ഷികളായി. കള്ളാടിയിൽ നിന്ന് ലിൻഡോ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കള്ളാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ ഏകദേശം പൂർണ്ണമായും തകർന്ന ഒരു വീടിന്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് പോലെ തന്നെ ഈ വീടിന്റെ ഉള്ളിൽ മുഴുവൻ ചെളി നിറഞ്ഞ അവസ്ഥയാണ്. ഏകദേശം പൂർണ്ണമായും ഈ വീട് തകർന്ന ഒരവസ്ഥയാണ്. കള്ളാടി സ്വദേശിയായിട്ടുള്ള അഷ്റഫും കുടുംബവും താമസിച്ചിരുന്ന വീടാണിത്. ഈ അഷ്റഫും കുടുംബവും ഈ അപകടമുണ്ടാവുന്നതിന്റെ തലേന്ന്, അതായത് തിങ്കളാഴ്ച വൈകിട്ടോടെ ഉംറയ്ക്ക് പോയി. എന്നാൽ അദ്ദേഹത്തിന്റെ മൂത്ത മകളും ഭർത്താവും ഒരു കുട്ടിയും ഇവിടെ താമസിച്ചിരുന്നു. ഈ അപകടമുണ്ടാവുന്ന സമയത്ത് അവർ ഇവിടെ ഉണ്ടായിരുന്നു. ഈ മീനാക്ഷി പാലത്തിന് സമീപം, ഈ തകർന്ന മസ്ജിദിന് സമീപമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും നമ്മളോടൊപ്പം മൂത്ത മരുമകൻ സഹദുണ്ട്. എങ്ങനെയായിരുന്നു ആ സമയത്ത്, എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാനായി? ഈ സംഭവം നടക്കുമ്പോൾ സിറ്റ് ഔട്ടിൽ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഒരു വലിയ ശബ്ദം കേട്ടപ്പോൾ വിചാരിച്ചാൽ എന്തോ വലിയ ആക്സിഡന്റ് എന്തെങ്കിലും ആയിരിക്കും. പുറത്തോട്ട് നോക്കുമ്പോൾ ആ ഒരു ടാങ്കർ ലോറിയും കുറേ വണ്ടിയൊക്കെ റിവേഴ്സ് അടിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് ചിന്തിക്കാൻ പെട്ടെന്ന് തന്നെ വേറെ ശബ്ദവും കൂടെ വന്നു, എന്തോ ഒഴുകി വരുന്നില്ല. ഞാൻ വെച്ചാൽ എന്തോ വെള്ളം എന്തോ വരികയാണെന്ന് വിചാരിച്ചത്. അപ്പോൾ തന്നെ എനിക്ക് ഇവിടുത്തെ ഗിൽസ് പൂട്ടി. ഞാൻ വെച്ചാൽ വെള്ളം ഉള്ളിലേക്ക് വരേണ്ട വെച്ചിട്ട് ഗിൽസ് പൂട്ടലും അപ്പോൾ തന്നെ ഒരു ശബ്ദം കൊണ്ട് ഫുള്ള് ഇവിടെ മണ്ണൊക്കെ ഫുള്ള് ഇങ്ങോട്ട് നിറയും. പിന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്താ ഇവിടെ നടക്കുന്നത്, എന്താണെന്നുള്ളത് അറിയുന്നില്ല. അപ്പോൾ എൻ്റെ മോനെ നോക്കുമ്പോൾ മോനെ കാണുന്നില്ല. അപ്പോൾ ഞാൻ എന്താ മോനെ എന്ന് വിളിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ കുന്ന് കയറിയിട്ട് അങ്ങോട്ടേക്ക് ഓടി. അപ്പോൾ ഓനെ കിച്ചണിലൊരു ചെറിയൊരു ഭാഗത്ത് മാത്രം മണ്ണെത്താൻ ബാക്കിയുള്ളത്. അപ്പോൾ ഓനുണ്ട് അവിടെ നിന്ന് എന്നെ വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓനെ ഞാൻ വേഗം എടുത്ത് വൈഫ് പുറത്ത് പുറത്തത്തെ ഒരു ബാത്റൂം കൂടി പിന്നെ പോകാനുണ്ടായിരുന്നു. ആകെ അതാ ബാക്കിയുള്ള സ്ഥലം ഇവിടെ ഉള്ളത്, മണ്ണ് കയറാത്തത്. അപ്പോൾ വൈഫ് ബാത്റൂമിലായിരുന്നുള്ളത്. അപ്പോൾ വൈഫിനെയും കൂട്ടി പുറത്തത്തെ വാതിൽ തുറന്ന് ആ മതിൽ ചാടി പിന്നെ റോഡുമിലേക്ക് പോകുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി മുകളിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതിൻ്റെ ചാവി ഇതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ തിരിച്ചിവിടെ ചാവി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെസ്ക്യൂ ടീമും കൂടി ഇങ്ങോട്ട് വന്നു. അപ്പോഴാണ് ഇതിൻ്റെ ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാവുന്നത്. എൻ്റെ ചാവി, ഫോണ്, പേഴ്സ്, എൻ്റെ ID ഒക്കെ പേഴ്സ് എല്ലാം ഇതിൽ വെച്ചിട്ട് ഞങ്ങൾ ഇട്ട ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ജീവൻ തിരിച്ചു കിട്ടിയെന്നുള്ള സമയത്ത് തിരിച്ചു പോയി. അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു ഡ്രസ്സൊക്കെ തന്നു. അവരുടെ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞങ്ങൾക്ക് ഡ്രസ്സ് പോലും എടുക്കാൻ പറ്റില്ല. ഇല്ല, ഇവിടെ എടുക്കാനുള്ള ഇതില്ല. പിന്നെ ഇവിടെ ഡോക്യുമെൻ്റ് ആയാലും സാധനങ്ങളൊക്കെ പോയി. വീടൊക്കെ നശിച്ചില്ല. വീടിനിപ്പോൾ ഈ ഒരു അവസ്ഥയിലുള്ളത്. ആ ഫ്രണ്ട് കാണുന്നതല്ലാണ്ട് വീടിനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മുമ്പൊക്കെ പോയി തിരിച്ചു വന്നിട്ട് ഇവിടെ ഇങ്ങനെ താമസിക്കൂ, ഒരു പുനരധിവാസം എന്താണെന്നൊന്നും ഒരു ഇതുമില്ല. അതിൻ്റെ ഷോക്കിൽ ഇപ്പോഴും വൈഫും മകനും ഞാനും റിക്കവർ ആയിട്ടില്ല. സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറത്താണ് ഇത് വന്നിതായത്. നമ്മൾ ഇങ്ങനെ ആവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്നാണ് ഈ സഹദും കുടുംബവും രക്ഷപ്പെടുന്നത്. അതിന്റെ ഞെട്ടലിൽ നിന്ന് ഇതുവരെയും മുക്തമായിട്ടില്ല. അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്നതൊരു ഒരു വിശ്വാസം, അല്ല ആശ്വാസമാണ് ഇവർക്ക് പങ്കുവെക്കാനുള്ളത്. ക്യാമറ പേഴ്സൺ സുൽത്താനോടൊപ്പം ലിൻഡോ തോമസ്, ന്യൂസ് മലയാളം, വയനാട്.